എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിവിടെ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വാട്ടർമെലൻ്റെ ജ്യൂസാണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും ആക്റ്റീവാക്കി ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഒരു തണ്ണിമത്തൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ഒന്ന് മുറിച്ചെടുക്കാം. ഇവിടെ 2 തരത്തിൽ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് വലുതായിട്ടും ഒന്ന് തീരെ ചെറുതായിട്ടും. വലുതായിട്ട് മുറിച്ചിരിക്കുന്ന കഷ്ണങ്ങൾ മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതാണ്. ആദ്യം തന്നെ മിക്സിയിൽ കുറച്ച് പഞ്ചസാര ഇട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. നല്ലവണ്ണം മധുരം ആവശ്യമുള്ളവർ മാത്രം ഇതുപോലെ പഞ്ചസാര പൊടിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ പഞ്ചസാര ഇല്ലാതെ തന്നെ ഈ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. പഞ്ചസാര പൊടിച്ചതിന് ശേഷം ആ മുറിച്ച് വെച്ചിരിക്കുന്ന തണ്ണിമത്തൻ മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് പുതിനയുടെ ഇലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് അരമുറി നാരങ്ങാ നീരാണ്. പുതിനയില ഇതുപോലെ ചേർക്കുമ്പോൾ നല്ല ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടും. ഇതിലേക്ക് വേണ്ട എല്ലാ ചേരുവകളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. തണ്ണിമത്തൻ്റെ കഷ്ണങ്ങളൊക്കെ ഇവിടെ നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇത് അരിച്ചെടുക്കണമെന്നുള്ളവർക്ക് അരിച്ചെടുക്കാം. ഞാനിവിടെ അരിക്കാതെയാണ് എടുക്കുന്നത്. ഇവിടെ എടുത്തു വെച്ചിരുന്ന ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും ചെറുതായിട്ട് മുറിച്ചെടുത്ത തണ്ണിമത്തനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് അടിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെയുള്ള തണ്ണിമത്തൻ്റെ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ നല്ല തണുപ്പുണ്ടെങ്കിൽ മാത്രമേ ഇതിന് ശരിക്കുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. എല്ലാവരും ഇതുപോലെ ഇടയ്ക്കൊന്ന് പരീക്ഷിച്ച് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ ജ്യൂസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.